ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വിളിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാക്കിംഗ് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ ഇതുപോലത്തെ ഉള്ളതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് മറച്ചു വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അഖിലെന്ന് പറഞ്ഞൊരു കസ്റ്റമറാണ് ഓർഡർ ചെയ്തത്, അഖിൽ CB. ഓക്കെ, അതിനെല്ലാം പാക്കിങ്ങിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വാ, അടുത്ത് ആരോ ഒരാൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ തന്നെയാണ് ഇപ്പോൾ വന്ന ഓർഡറും. ഓക്കെ, ഈ ഒരു പ്ലാന്റിൻ്റെ പേര് കാർലോസ് സെൻഷനാണ്. നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ഉണ്ട്. ഓക്കെ, നമുക്ക് പ്ലാന്റ് അയക്കാം. ഓക്കെ, അയക്കാൻ വേണ്ടി പ്ലാന്റിൻ്റെ ജസ്റ്റ് എടുത്തതിന് ശേഷം നമുക്കൊരു ന്യൂസ് പേപ്പർ എടുക്കാം. ഓക്കെ, ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ന്യൂസ് പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കറക്റ്റായി ക്യാമറ കറക്റ്റാക്കി വെക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം കാണാം. ഓക്കെ, ഇതാ പ്ലാന്റിനെ എടുക്കുക. പാക്കിംഗ് ടൈമാണ്. ഓക്കെ, ജസ്റ്റ് അതിനുശേഷം നമ്മുടെ പ്ലാന്റിന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലീവ്സ് ഒന്നും അങ്ങനെ പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് തന്നെ പാക്ക് ചെയ്യാം. ഓക്കെ, ഈ പാക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റിനെ എടുത്തുകൊണ്ട് പോയി അല്പം വെള്ളം വേണം. ഈ വെള്ളത്തിൽ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് എടുത്തെടുത്ത് ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് അതിനെ എടുത്തിട്ട് ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ നമുക്കിങ്ങനെ നനച്ച് കൊടുക്കണം. ഈ പ്ലാന്റിനെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. ഓക്കെ, വാഷ് ചെയ്യും. അതായത് ഈ പ്ലാന്റിൽ വാട്ടർ വേപ്പർ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം പ്ലാന്റിൻ്റെ ലീവ്സ് കുറച്ച് മുകളിലോട്ടുണ്ട്. സാധാരണ ചില പ്ലാന്റ്സിൽ അത് വരില്ല. മുകളിലോട്ടുള്ള ലീവ്സിനെയും കൂടെ കവർ ചെയ്തെടുക്കണം. ഓക്കെ, അതിന് വേണ്ടിതാ പാക്കിങ് ഒന്നുകൂടെ ഇനി കൊണ്ടുപോകേണ്ടത്. ഇവിടെ അടുത്ത് വെള്ളം എടുത്ത് വയ്ക്കാറുള്ളതാണ് പതിവ്. പക്ഷേ ഇന്നത് ചെയ്തില്ല ഞാൻ, അതുകൊണ്ടാണ് ഈ കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഓടുന്നത്. ഓക്കെ, ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു മെത്തേഡിന് ശേഷം നമുക്കിനി ബാക്കി പാക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഇനിയാണ് ഇതിലെ മെയിൻ സംഭവം. ഇത്രയും നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി. ഇവർക്ക് വേറൊരു പ്ലാന്റും കൂടെ വേണം. ആ പ്ലാന്റും കൂടെ നമുക്കിനി ഇതുപോലെ പാക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ഒരു പ്ലാന്റും കൂടെ ഉണ്ട് നമുക്ക് ഇന്നത്തെ കൊറിയറിൽ. അതിൽ അടുത്ത് വേറെ അഡ്രസ്സാണ്. ഇത് നമ്മൾ ഒരു അഡ്രസ്സിലുള്ളതാണ് അടുത്തെടുക്കുന്നത്. അവർക്ക് വേണ്ടി പാക്ക് ചെയ്യാൻ പോകുന്ന അടുത്ത പ്ലാന്റാണ്. ഓക്കെ, 2 പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് പ്ലാന്റ് എടുത്ത് ഫോൾഡ് ചെയ്തു. ഓക്കെ, അതിനെ ജസ്റ്റ് നമുക്ക് കുറച്ച് അല്പം ഒന്ന് വെള്ളം. ഓക്കെ, അതായത് ഇതിലിരിക്കും. അല്ല, അതിൽ വേണ്ട. ഇതിങ്ങനെ വെള്ളം എടുക്കാം. കുറച്ച് കഷ്ടപ്പാടായിപ്പോയി വെള്ളം എടുക്കുന്ന പരിപാടി. വെള്ളം ഒരു നിങ്ങൾ ഡബിൽ എന്തെങ്കിലും പിടിച്ച് വെച്ചിട്ട് വീത്തുക. പിന്നെ അത്ര പാക്കിങ് എനിക്ക് കുറവാണ്, കാരണം കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഞാൻ ഉള്ള പാക്കിങ് ഏകദേശം ചെയ്ത് കഴിഞ്ഞു. സോ അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ പാക്കിങ്ങിൻ്റെ മെയിൻ കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, 2 പ്ലാന്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള 2 പ്ലാന്റിനെ നമുക്കിനി എടുത്ത് ബാക്കി സെക്ഷൻ പാക്കിങ്ങിലേക്ക് നമുക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ ഈ 2 പ്ലാന്റിനെ വളരെ ശ്രദ്ധാപൂർവം ഇനി എടുക്കുക. ഓക്കെ, ഈ 2 പ്ലാന്റിനെ ശ്രദ്ധാപൂർവ്വം എടുത്തതിന് ശേഷം മുകളിൽ നിന്ന് ഇങ്ങനെ കവർ ഇട്ട് കൊടുക്കുക. ഐ തിങ്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യക്തമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ആക്കിയെടുക്കുക. ഓക്കെ, അതിന് ശേഷം അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഏകദേശം കിട്ടും. ഓക്കെ, ഇതിൽ ഈ വേരും ലീഫും ഒക്കെ ഇതിൽ തന്നെ ഫോൾഡ് ആവുന്ന രീതിയിൽ തന്നെ ചെയ്യുക. ഓക്കെ, ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത ഭാഗം ഇതും ജസ്റ്റ് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് ബാക്കി പാക്കിങ്ങിലേക്ക് പോകും. ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പാക്കിങ്ങിൻ്റെ പാർട്ട് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഒട്ടിച്ച് കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതിലേക്ക് പോകാം അടുത്ത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ പ്ലാന്റിന് നമ്മൾ അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം ഇവിടെ നമ്മൾ അതിനെ ക്ലോസ് ചെയ്ത് വയ്ക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവഴി വെള്ളം പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, മനസ്സിലായെന്ന് വരുന്നത് എല്ലാവർക്കും. അതിനുശേഷം ഇതുപോലത്തെ ഒരു കട്ടിയുള്ള ഇതിനെ നിങ്ങൾ പാക്കിങ്ങിന് എപ്പോഴും ചെയ്യുന്നവർ ഇതിനെ യൂസ് ചെയ്യുക. ഇതിൻ്റെ കട്ടി കുറഞ്ഞതൊക്കെ പെട്ടെന്ന് പോകും. ഇത് ഈ ഒരു കമ്പനിയെ ഞാൻ എടുത്ത് പറയാൻ കാരണം ഇതിൻ്റെ ഞാൻ പല പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം എനിക്കിഷ്ടമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു പ്രോഡക്റ്റ്, ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത മെയിൻ പാക്കിങ്ങിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് ഉള്ള മെയിൻ പാക്കിങ്ങിൻ്റെ ആവശ്യത്തിനുള്ള സാധനം ഇതാണ്.
ഈ കാണുന്ന പാക്കിങ് അതാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്നിന് ഇളക്കിയെടുക്കാം, പൊട്ടിച്ചെടുക്കുക അതിന്. ഓക്കെ, അതിന് ശേഷം എന്താ ഇതുപോലെ ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ സ്വന്തമായിട്ട് കൈവച്ച് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. കാരണം പ്ലാന്റ് വെച്ച് നമ്മൾ ഫസ്റ്റ് പ്ലാന്റ് വെച്ച് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം, പ്ലാന്റിൻ്റെ ശരീരത്തിന് പല മുറിവുകളുണ്ടാവും. സോ നമ്മളായിട്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലംസ് ഉണ്ടാവില്ല. സോ പ്ലാന്റ് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്യുക. നോക്കി ഇവിടെ ഇത്രയും ബാക്കി കിടന്നു. സോ ഞാൻ അതിനെ അത്രയും അങ്ങ് റിമൂവ് ചെയ്തു. പ്ലാന്റ് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം എത്ര ദൂരം വരെ പ്ലാന്റ് ഇത് റൗണ്ട് ചെയ്തെടുക്കണം. എനിക്കൊരു അളവറിയാം ഇത്രയും വേണ്ടി വരും. സോ ആ വേണ്ടി വരുന്ന ഭാഗം വെച്ച് ഞാൻ മുറിച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു ഇത് നല്ല യൂസ്ഫുള്ളാണ്. ആ ഒരു കത്തി നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് അടുത്ത അത് പോയി കിട്ടി. ഓക്കെ, കട്ട് കൊണ്ട് ചെയ്യാനുള്ളതായിരുന്നു. ഓക്കെ, ഇനി അതിനുശേഷം നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ്. അപ്പോൾ അത് ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ഫസ്റ്റ് ആ റോൾ കറക്റ്റാക്കി ഉണ്ടോ, പ്ലാന്റ് കറക്റ്റ് അപ്പുറത്തും ഇപ്പുറത്തും കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പ്ലാന്റ് സേഫ് ആയിട്ടുണ്ട്. ഇനി ഈ പാക്കിങ്ങിനകത്ത് കുറഞ്ഞതൊരു 7 ദിവസം വരെ നമ്മുടെ പ്ലാന്റ് എല്ലാം നല്ല സേഫായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ പാക്കിങ്. ഇത്രയേ ഉള്ളൂ പാക്കിങ്. ഇനി നമുക്കിതിൽ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒട്ടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അഡ്രസ്സും ഡീറ്റെയിൽസ് ഒട്ടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല വീഡിയോയിൽ. ഓക്കെ, നമുക്കിതാ ഇത് ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതിൽ നിന്ന് ഒട്ടിച്ചെടുത്ത് കൊടുക്കാം. ഓക്കെ, ഇതിനെ റൗണ്ട് ചെയ്ത് അങ്ങ് അടിച്ച് റൗണ്ട് ചെയ്ത് അടിക്കുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ആവും. ആ ടൈറ്റിനും പ്ലാന്റിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ന്യൂസ് പേപ്പർ വെച്ച് ഫോൾഡ് ചെയ്തത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ പിടിക്കുക. എത്ര ഓക്കെ, ഈ ഐഡിയ ഓക്കെ, സിമ്പിളായിട്ടുണ്ടല്ലോ. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത് അത് പൊട്ടിച്ചെടുക്കുക. ഓക്കെ, ഇവിടെ ഏകദേശം ക്ലോസ്. ഇനി 2 സൈഡും ജസ്റ്റ് ഒന്ന് അല്പം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ നോക്കുക. ഓക്കെ, ഈ സൈഡ് ഏകദേശം ബൾബ് ഇരിക്കുന്ന സൈഡാണ്. ഓക്കെ, ആ സൈഡിന് വേണ്ടി നമ്മൾ പണ്ട് പാക്കിങ്ങിൽ വേസ്റ്റ് വരുന്ന ഇതുപോലെ പാർട്സ് എടുത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിന് ഇതാ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നോക്കുക. ഏകദേശം ഇവിടെ കറക്റ്റായിട്ടുള്ളൊരു പാർട്ട് കിട്ടും. ജസ്റ്റ് നമ്മൾ 2-3 പ്രാവശ്യം പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇങ്ങനെ ഒരെണ്ണം ഇതിൽ വയ്ക്കണം. ഇങ്ങനെ വയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസ്സായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതിൽ വെച്ച് തേർത്തോട് ഇത്രയേ ഉള്ളൂ. ഈ പാക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ജലദോഷം പിടിച്ചിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് പാക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ പുതിയ ചെസ്റ്റ് മൗണ്ട് മേടിച്ചിട്ടുണ്ട് GoPro. സോ അതുകൊണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കൂടി ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ, ആ സൈഡ് കഴിഞ്ഞു. അടുത്ത ഈ സൈഡ് ജസ്റ്റ് ഇങ്ങനെ അല്പം ഒന്ന് കുടഞ്ഞെടുക്കുക. അപ്പോൾ കറക്റ്റാവും. നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ഭാഗം നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പ്ലാന്റ് സേഫായിട്ട് തന്നെ ഇരിക്കും. കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്ലാന്റിലേക്ക് ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അഡ്രസ്സ് ഒട്ടിക്കണം. ഓക്കെ, ഇൻ കേസ് ചില സമയത്ത് നിങ്ങൾ അഡ്രസ്സ് ആദ്യം ഒട്ടിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് പ്ലാന്റൊക്കെയാണെന്ന് ഇതിൽ എഴുതാറുണ്ട്. ഓക്കെ, ഇതിൽ കാർലോസ് ഉണ്ട്, കാർലോസ് സൺഷൈനുണ്ട്, ഡൗബനും ഉണ്ട്, അഖിലിനാണ് പോകാനുള്ളത്. ഓക്കെ, ഇത്ര എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തെറ്റിപ്പോവില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്ലാൻസ് എല്ലാം കൊറിയറിന് വേണ്ടി ഓരോ പ്ലാൻസ് അടുത്ത് കൊറിയർ ചെയ്യാൻ വേണ്ടിയുള്ളതിന് വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നായിരുന്നു. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.